ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഭയങ്കര ആരവാണല്ലോ കുട്ടികൾക്ക്. വേൾഡ് കപ്പ് രാത്രിയൊക്കെ പോരുമ്പോഴൊക്കെ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. വേൾഡിൽ വലിയൊരു സംഭവം നടക്കുകയാണ്. കളിയായാലും കുട്ടികളതിലുണ്ട് പിന്നാലെ ഉണ്ടാവും. അപ്പം നമ്മളെ പുഴക്കാട്ടിരി സക്കാഫിയാക്കേണ്ട രംഗത്ത് നോക്കി നിങ്ങൾ ഒരു ഹിദായത്താക്കാൻ വരിക കുട്ടികളെ. മുമ്പ് ഒരു വല്യമ്മ ഒരു ഉമ്മാമ എവിടെക്കോ പോയപ്പോൾ എവിടേക്കോ പോയിന്, മണലിയോ മണാലി അണലി എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു. അങ്ങോട്ട് മഞ്ഞുമല കാണാൻ പോയൊരു വല്യമ്മ എന്ന് പറഞ്ഞാൽ ഇയാളെ ഈ ജാതി ഈ പരിപാടി എന്നിട്ട് ഈ കുട്ടികൾ ഫ്ലെക്സ് വെക്കുന്നു, എന്താണതിന് കാശ് ചിലവാകുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവരിപ്പോൾ നടപ്പാക്കുകയാണ്. ഈ കുട്ടികളെ ഈ കളി അതൊരു ഒറിജിനൽ നാച്ചുറൽ കളി, അതിൽ വേറെ വഞ്ചനൊന്നുമില്ല, അത് കളി തന്നെ. പന്തടിച്ചാൽ ഗോളടിച്ചാൽ പോവാ തോൽക്കുക ജയിക്കുക. നിങ്ങളെ കളി അതിനേക്കാൾ പുടുത്തം മുട്ട കളിയാണ്. ലോകത്തുള്ള ഏറ്റവും വലിയ ചതിയുടെ കളികളാണ് നിങ്ങൾ നടത്തുന്നത്. ഒരു സംശയം വേണ്ട. നിങ്ങളെ മുഷാവറാന കളി ഉണ്ടല്ലോ, നിങ്ങളാണ് ഇവിടെ ദീനിൻ്റെ അനന്തരക്കാർ. ഇപ്പം സെൻറ്റിനറി ചെയ്യാൻ എത്ര ഫ്ലക്സ് വെക്കുന്നുണ്ട്. പുഴക്കാട്ടിയതാ പറഞ്ഞത് ഫ്ലക്സ് ഉണ്ടായിട്ട് അന്തരീക്ഷമാകം മലിനമായിരിക്കുന്നു എന്ന്. അപ്പം നിങ്ങൾ ഈ സെൻറ്റിനറിൻ്റെ ഫ്ലക്സ് കൊണ്ടൊന്നും മലിനാവൂല. അതെങ്ങനെ? ഇതിൻ്റെ അർത്ഥം കുട്ടികളെന്തോ ഫ്ലക്സ്, ഞാൻ ഒന്നുമല്ല പറയണത്. കളിയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമാണ്. കായികണ്ടല്ലേ അതൊക്കെ ആവശ്യമാണ് കളികളൊക്കെ. അതിപ്പോൾ മുമ്പത്തായിരം പറഞ്ഞില്ല, മുട്ടിപ്പടി ഞങ്ങളിപ്പം മഹദിയിൽ ടർഫ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾ കണ്ടില്ല അമേരിക്കയിൽ നിന്ന് മൂപ്പര് ലൈവ് ചെയ്യണത്. മനോഹരമായ പള്ളി, ഇവിടെ ഈ പള്ളിയുടെ പുറത്തതാക്കണ്, പിന്നെ ടർഫുണ്ട്, ജിമ്മ്, ബോക്സിങ് എല്ലാത്തിനും തരപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരണം എന്നാണ് പറഞ്ഞു. വന്നോട്ടെ, നമ്മളതിനെ പറ്റിയൊന്നും പറയണില്ല. ഇന്ന് നിങ്ങളെ പല ആളുകളും ഇപ്പം അതിനെ എതിർത്ത് പറയും. ഒരു 3-4 കൊല്ലം കഴിഞ്ഞാൽ നോക്കിക്കോളി നിങ്ങൾ. മഹദിയിൽ പഠിച്ച കുട്ടി കേരളത്തിൻ്റെ വലിയ ഫുട്ബോളറാണ്, നമുക്ക് അഭിമാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പടായത്തു. ഹക്കീം അസ്ഹരി വരും, അതിൻ്റെ ഡിഫൻഡർ ഭയങ്കരമാണ്, അത് നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ ഇവർ മാറ്റി പറയും. ഇവരെ ലോകേതാണ്. അത് സാധാ കളികളിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാരൊക്കെ കുട്ടികളൊക്കെ കളിയൊക്കെ അത്യാവശ്യം ആരോഗ്യത്തിനൊക്കെ നമുക്ക് കളിക്കാം. ആരോഗ്യം എന്നുള്ള നീയത്ത് ആവശ്യമാണല്ലോ. പക്ഷേ നമ്മൾ ഒരാളെ അതിന് അടിമപ്പെട്ടു പോകാൻ പാടില്ല. നമ്മൾ ഈമാനിനെ ക്ഷതമേൽക്കുന്ന രൂപത്തിൽ ഒരു കളിക്കാരനെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. അത് മറ്റൊരു മാർഗം. ചില പള്ളിയിലൊക്കെ കയറിയാൽ അറുപ്പ് തോന്നും. ജമാഅത്തിനൊക്കെ എങ്ങനെയാണ് നിന്നാൽ ബാക്കിലൊക്കെ നോക്കിയാൽ ആരൊക്കെ സോഫിൽ റൊണാൾഡോ, മെസ്സി, എംബാപ്പ, കുഞ്ഞാപ്പ, മൂത്താപ്പ ഇങ്ങനെ. ഇതൊന്നൊരു ശരിയില്ല. കളികളൊക്കെ കളിക്കാം. ഒരാളെ നമ്മൾ അങ്ങനെ ഹൃദയത്തിൽ കുടിയിരുത്തിയാൽ അതൊരു പക്ഷേ അല്ലാഹ്, റസൂല്, മശായിഖന്മാരെന്നുള്ള മാർഗത്തിൽ നമുക്കത് ക്ഷതമേൽപ്പിച്ചു പോകും. മശായിഖന്മാരവിടെ പിടിക്കുക, അതൊരു പെട്ടെ താങ്ങാൻ പറ്റാതെ വരും. എന്തായിരിക്കും അതുകൊണ്ടുണ്ടാവണം അപകടം? അപ്പോൾ കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ, നമ്മൾ കുട്ടികളൊക്കെ കളിക്കും വേണം. പരിക്കൊക്കെ പറ്റാതൊക്കെ കളിച്ചോട്ടെ, ആരോഗ്യത്തിനൊക്കെ നല്ലത് തന്നെ. പക്ഷേ അതൊരു കഞ്ചാവായി മാറരുത്. വലിയവരും ചെറിയവരും, വലിയവർക്കൊക്കെ ഇതിൽ പരിധി വേണം. നമ്മളെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നിനും നമ്മൾ അടിമപ്പെടാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇങ്ങനെ പലതും നടക്കും. അതിനെ നിരൂപണം നടത്താൻ പുഴക്കാട്ടിനെ പോലത്തെ ഒരു സക്കാഫിയും കടന്നു വരണ്ട. നിങ്ങൾക്ക് അതിന് യോഗ്യതല്ലാന്ന്. അതിനേക്കാൾ വലിയ അപകടം പിടിച്ച കളിയാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫ്ലക്സ് ഒക്കെ വെക്കാൻ എത്ര കൗങ്ങാ പോയത് അയാൾ. 40ാം വാർഷികം പറഞ്ഞ് എത്ര കൗങ്ങിൻ്റെ തലങ്ങൾ വെട്ടി. SSFന്റെ 40ാം വാർഷികം എന്നിട്ട് നോട്ടിൽ ഫുള്ള് കൗങ്ങല്ലേ ഇനിയോ? ആ ഫ്ലക്സിനേക്കാൾ നല്ലതാണ് ഈ ഫ്ലക്സ്. ഇപ്പൊ പേരോട് സക്കാഫിൻ്റെ ഒക്കെ ഫ്ലക്സും വെച്ചാണ് പേരും അതിന് പൈസ കൊടുക്കാണ്ട് നല്ല നിലമ്പൂരുള്ള ആ മെസ്സിൻ്റെ ഫ്ലക്സിന് കൊടുക്കുകയാണ്. ക്ലിപ്പാക്കിക്കോളി, അതിനെന്നെ പറയണത് 4 ലക്ഷം ആൾക്കാർ ഒപ്പം കാണട്ടെ. ഇത് ബാഹ്യമായ കളി. ദീനിന്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന കളികൾ അത് ഏറ്റവും അപകടം പിടിച്ചതാണ്, ഒരു സംശയവുമാണ്. എന്തൊക്കെ കളികൾ? ഇപ്പൊ നോളേജ് സിറ്റിയിൽ ഹക്കീം അസ്ഹരി വലിയ കളിയിലെ ഇന്റർനാഷണൽ കോൺഫറൻസ്, വേൾഡ് കപ്പ്. എന്നിട്ട് അവിടുന്ന് വേറൊരു ഷെയ്ഖിനും ഇവിടുന്ന് വേറൊരു ഷെയ്ഖിനും ഓരോന്ന് അവിടുന്ന് വിളിച്ചു വന്ന്. അതല്ലേ അപ്പോൾ ഷെയ്ഖ് റോഡസ് എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കുത്തു പോകുന്ന ആളെ ഇവിടെ ഷെയ്ഖാക്കി നോക്കി നിങ്ങൾ. അപ്പോൾ കുട്ടികൾ കണ്ടോ സിന്ദാബാദ് എന്താ പറയേണ്ടി? നിങ്ങൾ ഇംഗ്ലീഷിലാണ് അയാൾ കുത്തുവ, അയാളെ ജുമാ ശരിയില്ല എന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കണേ.
നമ്മൾ തടക്കട്ടെ, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ടല്ലോ അത്. അയാളെങ്ങനെ ശൈഖായി സ്വീകരിച്ച്? ഇപ്പൊ മുട്ടിപ്പടി തങ്ങള് അമേരിക്കയിൽ പോയി, അവിടെ എന്താ ഷെയ്ഖ് ഹംസത്തുൽ ബഗ്ദാദിന്നോ അല്ല വേറൊരു ഹംസ, അയാൾ ഇംഗ്ലീഷിനകത്ത് പോകുന്നത്. അയാളെ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഇങ്ങോട്ട് കൊണ്ടുവരിങ്ങൾ ഇവർക്ക് പേടി വന്നാൽ കൊണ്ടുവരുന്ന കുരുകുട്ടികളെന്ന് പറയുന്ന ഞങ്ങളെ പറയണൊക്കെ നേരാമണം മര്യാദയ്ക്ക് പറയാൻ ഒരറ്റ കുട്ടിനും ഭയപ്പെടൂല. ഞങ്ങളെ പവറല്ലത്. ഞങ്ങളൊക്കെ കാലഘട്ടത്തിലെ മശായിഖന്മാരെ സന്നിധിയിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മഹത്തായ ഫضൽ കൊണ്ട് എത്തിപ്പെടാൻ തൗഫീക്ക് കിട്ടി. അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മൾക്കൊരു അഹങ്കാരവും ആരും പിടികൂടേണ്ട ആവശ്യമില്ല. നോക്കുങ്ങൾ ഒരു ഭാഗത്ത് ഒരു പലതും പറയാം, ഞാൻ തമാശ പറയില്ല. ഇപ്പം അമേരിക്കയിൽ പോയിട്ട് അയാൾ പ്രധാനപ്പെട്ട ഷെയ്ഖാക്കി ഞാൻ കൊണ്ടുവരാൻ നിൽക്കണം. ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട് സമ്മേളനത്തിന്, ഇംഗ്ലീഷിലാണ് ഒത്തുപോകുന്നത്. ഇവർക്ക് എങ്ങനെ ഇത് പറ്റുന്നത്? ഇങ്ങനെയുള്ള ഈ ഷെയ്ഖ് റോഡസും മറ്റെല്ലാം കൂടിയായിട്ട് നോളേജ് സുഹബ കണ്ടോ. എന്നിട്ട് കുറേ ആൾക്കാരും കൂട്ടി വലിയ കുന്തം പിടിച്ചാണ്ട് ആ മഴയെ കൂടെ അങ്ങോട്ട് കൊണ്ടുവന്ന് നടന്ന്, ഇതിനേക്കാളൊക്കെ നല്ല കുട്ടികൾ വേൾഡ് കപ്പ് കൂടിയല്ലേ. ഇത് സാധാ കളി. ഈ കുട്ടികളാരും ഈ കുട്ടികൾ ഈ ഫ്ലക്സ് വെക്കണ കുട്ടികളാണ് റബി ലെവൽ ഫ്ലക്സ് വെക്കാനും ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇപ്പം ഈ നാട്ടിൽ ഈ പന്തളിക്ക് പോടുക്കണ ഈ കുട്ടികളില്ലേ, ആ മക്കൾ തന്നെയാണ് റബീഉൽ അവൽ ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മീലാദാഘോഷം നമ്മുടെ നാട്ടിൽ ലഹരിയാക്കുന്നത് ഈ മക്കളാണ്. ആ ലഹരി ആ മക്കൾക്ക് നന്നായുണ്ട്. അവരെ കണ്ടുപഠിക്കണങ്ങൾ. ഈ മക്കളെ കയ്യിലുണ്ടാവല് നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾക്ക് റബീഉൽ അവലിൻ്റെ സുബീക്ക് പ്രത്യേകത ഉണ്ടോ എന്ന് ചർച്ച ചെയ്യാം. ഞങ്ങൾ അത് ബിദഅത്താണെന്ന പേരോടിൻ്റെ മക്കൾ പിന്നെ ശിഷ്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഞങ്ങൾ ഈ വിഷയം ഗൗരവമായി പറഞ്ഞ ഞങ്ങൾ ബേജാറുകൊണ്ടിട്ട് കാര്യമില്ല. വളരെ ആഴത്തിൽ വേരോടിയിട്ടുണ്ട് പ്രശ്നങ്ങൾ. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിൻ്റെ മക്കളൊക്കെ മൂല്യന്മാരാണല്ലോ. എന്താണ് ഇപ്പോൾ അവരൊക്കെ പ്രഭാഷണം? ഇബ്നു തൈമിയ്യക്കെതിരെ ആ മക്കളെ പ്രഭാഷണങ്ങൾ കേട്ടണോ? അതൊക്കെ തന്ത ബ്ലോക്കാക്കിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പേരോട്ട തന്താന്ന്. അന്നെൻ്റെ മറ്റേ സുഹരി പേരോട്ട തന്താണ്, പേരോടിനെ തന്താന്ന് പറഞ്ഞു, പേരോടിൻ്റെ വാപ്പാനെ പറഞ്ഞു കണ്ടു വരുന്നു. എന്തുവാണ് മലയാളം അതൊക്കെ? പേരോട്ട വെല്ലിപ്പാന്നുള്ള ഇയാളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇയാളെ മക്കൾ ഒരു മകൻ പ്രസംഗിക്കണം, എന്താ ബദിരിയും കൂടി നമ്മൾ സഹായം തേടുന്നില്ല. മറ്റൊരു കുട്ടിപ്പോൾ അടുത്ത് വന്ന് പ്രസംഗിച്ചു, ഇൽഹാമ് തെളിവല്ല. ഇയാളെ ശിഷ്യന്മാർ ഞാനിതാ തുടങ്ങുകയാണ്, ഇനി നൗഷാദ് ഹസനിക്കും തൊയ്യൂരിനും കുരുവട്ടുകൾക്കും മറുപടിയാണ് എപ്പിസോഡ് നമ്പർ 1 റദ്ദുൽ വാഫിർ ചെറുമ്പോത്ത്. അങ്ങനെ പോത്ത് വന്ന് ഇനിയല്ലോ എന്തായി? ഇയാളെ ശിഷ്യന്മാരാണ്. റബീഉൽ അവലിന് പ്രത്യേക ദിവസത്തിന് പുണ്യം കൽപ്പിക്കാൻ പാടില്ല എന്ന പ്രസംഗം. എന്തിനേറെ സാക്ഷാൽ ഈ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ തന്നെയും നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി അള്ളാന്റെ റസൂലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം കേരളത്തിലുള്ള ഈ പാവപ്പെട്ട സുന്നി മക്കളെ ഇത്ര വസുവാസാക്കിയിട്ടുള്ള എന്തൊക്കെ സംസാരങ്ങൾ ഇവരൊക്കെ നടത്തി. അതേസമയത്ത് നമ്മൾ ഈ പന്തൽ കുട്ടികളോ ഓലെ റബീഉൽ അവൽ യാ നബി സലാം, ഓലെ ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. ആ കുട്ടികളെ മറുവശം നമ്മൾ മനസ്സിലാക്കണം. ആ മക്കളല്ലേ എത്രയോ ഇവരെക്കാൾ എത്ര നല്ലവരാണ്. നിങ്ങൾ റസൂലുള്ളാഹിനെ ഇവിടെ കൊച്ചാക്കുകയാണ്, നിന്ദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിശേഷണങ്ങൾ, നിഴൽ, ഇതെല്ലാം തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളിൽ വസ്വാസം ഉണ്ടാക്കി. തിരുത്തുണ്ടോ? തിരുത്തുന്നില്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നം കാണുന്ന സംഭവം ആകെ വസ്വാസാക്കിയില്ലേ. ഏപ്പിക്കാര കൂട്ടത്തിൽ ഈക്കക്കാരല്ല പറയണത്, അതൊരു ശംസുലമാന്നുള്ളൊരു ഹിഫ്ള് മാഷാ അല്ലാഹ് അവിടെ നിലനിൽക്കുന്നു. മഞ്ചേരി നമ്മൾ പ്രസംഗിക്കണത്. ഈ മഞ്ചേരിയിൽ ഒരു സമയം എല്ലാവരും ഭയപ്പെട്ടൊരു സംഭവം ഉണ്ടായി. ക്രിസ്ത്യൻ മിഷനറിമാർ അവരുടെ ചില സർവീസുകൾ സ്ട്രോങ് ആക്കി മഞ്ചേരി ഭാഗത്തൊക്കെ വന്ന് പരിശുദ്ധ ഖുർആനിനക്ക് എതിരെ ശക്തമായ പ്രഭാഷണം നടത്തി. അന്ന് എല്ലാ ആളുകളും എങ്ങനെ അവരെ ക്രോസ് ചെയ്യും? ഒരു സംഘടന പറയാൻ ആരുമില്ല. എല്ലാവരും ഒരൊറ്റ വാക്ക്, അതിനെ നേരിടാൻ ഈക്കേ കഴിയൂ. ശംസുലമ മഞ്ചേരിയിൽ വന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകി. ആദ്യം
നമ്മളെല്ലാം ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. സ്പർദ്ധയുണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനം നടത്താം. പക്ഷേ പുണ്യപ്രവാചകരെയും പരിശുദ്ധ ഖുർആനെയും നിന്ദിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും സംസാരിച്ചാൽ ശക്തമായ വില നൽകേണ്ടി വരും എന്ന് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. ശംസുലുമയുടെ സംസാരമാണ്, മശായിഖന്മാരെ കരത്തിലുള്ള സംസാരമാണത്. അവർ മനസ്സിലാക്കി. അതിൽ പങ്കെടുത്ത അന്നത്തെ ചില പാതിരിമാർ, പിന്നെ അവരൊക്കെ മാറിയ സംഭവം ഉണ്ടായല്ലോ, ഞങ്ങളോട് നേരിട്ട് പങ്കുവെച്ചവർ. അവർ പറയാം, അങ്ങനെ എത്ര മൊയ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്, അതുപോലെ ഒന്ന് കണക്കൂട്ടിയാൽ മതി. അവർ പിന്നീട് മുന്നോട്ട് വന്നു. പിന്നെയാണ് എടക്കരയിൽ ഈ ക്രിസ്ത്യൻ പാതിരിമാരെ മുന്നിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ യഥാർത്ഥ ബൈബിൾ എടുത്തുകൊണ്ട് സുറിയാനി ഭാഷ വരെ സംസാരിച്ചുകൊണ്ട് അവരെ നേരിട്ടത്. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അന്ന് സ്റ്റേജിലേക്ക് കയറുമ്പോൾ ദൂരെ ചെരിപ്പൂരിട്ടു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. സ്റ്റേജിലേക്ക് ആരും വരേണ്ടതില്ല, ഞാൻ തനിയെ മതി. അവിടെ പോയിരുന്നു. വലിയ അതവോടുകൂടിയുള്ള ഇരുത്തം. സദസ്സെല്ലാം കഴിഞ്ഞു. ആ പാതിരിമാർ ജർമ്മനി അവരുടെ പ്രധാനപ്പെട്ട നാടുകളിലേക്കെല്ലാം പോയി. അവർ ശംസുൽ ഉലമ പറഞ്ഞ പഴയ സുറിയാനി ഇഞ്ചിയിൽ അവർ പരിശോധിച്ചു. ആ പണ്ഡിതൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. മടങ്ങിയവർ. അങ്ങനെ മടങ്ങി വന്ന സംഭവം ശംസുൽ ഉലമ പറഞ്ഞു, വന്ന വേദിയിൽ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായിരുന്നു ശംസുൽ ഉലമ. അപ്പൊ ആ ഒരു ബന്ധം, അങ്ങനെ ഹിഫ്ദ് ഉണ്ടായാൽ അതുകൊണ്ട് നമുക്ക് മഹാന്മാരെ ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ മശായിഖന്മാരെ നിഷേധിച്ച് ഞങ്ങൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നുള്ള വാദം, അതാണ് ലോകത്ത് നടക്കുന്ന ഏറ്റവും ദീനിൻ്റെ പേരിലുള്ള അപകടം പിടിച്ച വാദം, കളികൾ. നമ്മൾ അതിൽ പെട്ടുപോകാൻ പാടില്ല. നമ്മൾ മശായിഖന്മാരുടെ മക്കളായി വളരെ സന്തോഷത്തോടുകൂടി എന്നും നിലനിൽക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഈ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ കുഴഞ്ഞു കിടക്കുന്ന കഴിവ് കെട്ട വാപ്പയാണ്. ആ ഒരു വീഡിയോ ഒന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കുമോ? നോക്കൂ നിങ്ങൾ, ഇവർ പറയുന്ന പ്രയോഗം. ഇനി ഈ ചെങ്ങാതി പറഞ്ഞതുപോലെ കഴിവ് കെട്ട വാപ്പായോട് നബിതങ്ങളെ ഉപമിച്ചു എന്ന് ഒരു വാദത്തിന് വേണ്ടി നമ്മൾക്ക് സമ്മതിച്ചു കൊടുത്താൽ തന്നെ ശരി, മതി. എന്താ ഇപ്പൊ പറഞ്ഞത്? കഴിവ് കെട്ട വാപ്പാന്ന് പേരോട് പ്രസംഗിച്ചതിനെ വ്യാഖ്യാനിക്കാണ്. കഴിവ് കെട്ട പിതാവിനോട് റസൂലുള്ളാഹിനെ ഉപമിച്ചാൽ തന്നെ എന്താ പ്രശ്നം എന്നുള്ളടത്തേക്കാണ്. നിങ്ങളെപ്പോലുള്ള ആളുകളെ ലക്ഷണം കെട്ടത് എന്ന് പറയുമ്പോഴാണോ നിങ്ങൾക്ക് ബേജാറ്? ഇതിനേക്കാൾ വലിയ ലക്ഷണം കെട്ട നാക്കുകൾ ലോകത്ത് വേറുണ്ടോ? കാര്യം ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ മശായിഖന്മാരെ ഹിമ്മത്തിലായി അവരുടെ അടിമകളായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അവിടെയാണ് ദീനുള്ളത്. മറ്റതെല്ലാം ദീനിൻ്റെ പേരിലുള്ള ഏറ്റവും വലിയ കളികളാണ്. അതിലൊന്നും ആരും പെട്ടുപോകണ്ട.